അസ്സലാമു അലൈക്കും. ഹിജ്രി കലണ്ടർ, ചന്ദ്രമാസ കലണ്ടർ, കണക്കിൻ്റെ അടിസ്ഥാനത്തിലോ കാഴ്ചയുടെ അടിസ്ഥാനത്തിലോ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു കലണ്ടർ സാധ്യമാണോ? ഈ ചോദ്യങ്ങളാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. ഖുർആനിൽ ഇങ്ങനെ കാണാം: അവർ നിന്നോട് ചന്ദ്രക്കലയെക്കുറിച്ച് ചോദിക്കുന്നു. പറയുക, അത് ജനങ്ങൾക്ക് കാലം കണക്കാക്കാനുള്ളതാണ്, ഹജ്ജിനുള്ള അടയാളവും. മറ്റൊരു ഖുർആനായത്ത് ഇങ്ങനെയാണ്: സൂര്യനെ ഒരു പ്രകാശമാക്കിയത് അവനാകുന്നു, ചന്ദ്രനെ അവനൊരു ശോഭയാക്കുകയും അതിന് ഘട്ടങ്ങൾ നിർണ്ണയിക്കുകയും ചെയ്തിരിക്കുന്നു, നിങ്ങൾ കൊല്ലങ്ങളുടെ എണ്ണവും കണക്കും അറിയുന്നതിന് വേണ്ടി. അതായത് ഖുർആൻ പറയുന്നത് സൂര്യചന്ദ്രന്മാരെ കാലം കണക്കാക്കാനും കൊല്ലങ്ങളുടെ എണ്ണം നിർണ്ണയിക്കാനും ഹജ്ജ് പോലുള്ള അനുഷ്ഠാനങ്ങൾക്കു വേണ്ടിയും സംവിധാനിച്ചിട്ടുണ്ട് എന്നാണ്. കാലഗണനയുടെ ഈ സംവിധാനത്തിൽ മാസങ്ങളുടെ എണ്ണം 12 ആണെന്നും ഖുർആൻ വ്യക്തമാക്കുന്നു. പ്രവാചകൻ്റെ കാലത്തോ അതിനെ തുടർന്നുള്ള കാലഘട്ടങ്ങളിലോ ജീവിതം ഇത്ര വേഗതയുള്ളതായിരുന്നില്ല. വ്യക്തിജീവിതത്തിൽ കലണ്ടറുകളുടെ ഉപയോഗം പ്രചാരത്തിൽ വന്നത് കടലാസിൻ്റെ കണ്ടുപിടുത്തത്തിന് ശേഷമാണെന്ന് ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഏതായാലും അടുത്ത 1-ാം തീയതി എന്നായിരിക്കുമെന്ന് അതിൻ്റെ തലേ ദിവസം മാത്രമേ അറിയാൻ പറ്റൂ എന്ന അവസ്ഥ പ്രായോഗികമല്ല എന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ നിത്യജീവിതം ആസൂത്രണം ചെയ്യാനുള്ള കലണ്ടർ മുൻകൂട്ടി തയ്യാറാക്കാൻ പറ്റുന്നതായിരിക്കണം. ഒരു ദിവസത്തിന് ഒരു തീയതി എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ളതുമായിരിക്കണം. കഴിഞ്ഞകാല പണ്ഡിതന്മാർ ചന്ദ്രമാസങ്ങളുടെ ആരംഭം കണ്ണുകൊണ്ട് തന്നെ കാണണം എന്ന് പറയാൻ കാരണം പ്രമാണങ്ങളെക്കാൾ അന്നത്തെ ജീവിതശൈലിയും ചരിത്ര പാശ്ചാത്തലവും കൊണ്ടുകൂടിയാണ്. പുതിയ ശാസ്ത്രത്തിൻ്റെയും ഉപകരണങ്ങളുടെയും വിശ്വാസ്യതയിൽ സംശയങ്ങൾ ആദ്യകാലങ്ങളിൽ സ്വാഭാവികമാണ്. നമസ്കാര സമയം നിർണ്ണയിക്കാൻ ഒരു വിധത്തിലുള്ള ഉപകരണങ്ങളും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഉണ്ടായിരുന്നു. ജീവിത സാഹചര്യങ്ങൾ മാറുമ്പോൾ ഖുർആനും ഹദീസുകളും അനുവദിക്കുന്ന പുതിയ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നത് ഫിഖ്ഹിൽ പുതിയ സംഭവമല്ല. കൂടുതൽ പണ്ഡിതന്മാർക്ക് സാങ്കേതിക ജ്ഞാനം കൈവരുന്നതോടുകൂടി ന്യൂനപക്ഷ അഭിപ്രായങ്ങൾ ഭൂരിപക്ഷ അഭിപ്രായങ്ങളായി മാറും. എന്നിരുന്നാലും ഇസ്ലാമിൻ്റെ ആരംഭം മുതൽ തന്നെ ഒരു ചെറിയ കൂട്ടം പണ്ഡിതന്മാർ മാസപ്പിറവിയുടെ കാര്യത്തിൽ കണക്കുകൂട്ടൽ അനുവദനീയമായി കണ്ടിരുന്നു. ഇബ്നു സുറൈജ്, അൽ ഖറാഫി, അൽ സുബ്കി തുടങ്ങിയ പണ്ഡിതന്മാർ ഉദാഹരണം. മാസപ്പിറവിയുടെ കണക്കുകൂട്ടൽ 2 തരത്തിൽ ചെയ്യാൻ കഴിയും. ഒന്ന്, ചന്ദ്രക്കല മനുഷ്യ നേത്രങ്ങൾക്ക് കാണാൻ കഴിയുമോ എന്ന കണക്കുകൂട്ടലാണ്. രണ്ടാമത്തത് ചന്ദ്രക്കലയുടെ സാന്നിധ്യം കണക്കുകൂട്ടുന്നതാണ്. ഹിലാലിൻ്റെ കാണാനുള്ള സാധ്യത, വിസിബിലിറ്റി കണക്കുകൂട്ടുക പ്രയാസകരമായ കാര്യമാണ്. കാരണം ചന്ദ്രക്കല കാണാനുള്ള സാധ്യത അത് കൺജങ്ഷൻ അഥവാ ന്യൂമൂൺ പ്രതിഭാസം കഴിഞ്ഞ് എത്ര സമയത്തിന് ശേഷമാണ് അസ്തമിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ചന്ദ്രക്കല ചക്രവാളത്തിൽ നിന്നും എത്ര ഉയരത്തിലാണ് ഉള്ളത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. സൂര്യാസ്തമയത്തിൻ്റെയും ചന്ദ്രൻ അസ്തമിക്കുന്നതിൻ്റെയും ഇടയിലുള്ള സമയത്തെ ആശ്രയിക്കുന്നു. അന്തരീക്ഷ അവസ്ഥ, അതുപോലെ ഇത് വീക്ഷിക്കുന്ന ആളുടെ കാഴ്ചശക്തി, ഈ കാര്യങ്ങളെല്ലാം ആശ്രയിച്ചിരിക്കുന്നു ചന്ദ്രക്കല നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുമോ ഇല്ലേ എന്ന കണക്കുകൂട്ടൽ. എന്നാൽ ചന്ദ്രക്കലയുടെ സാന്നിധ്യം ആകാശത്ത് വളരെ കൃത്യമായി കണക്കുകൂട്ടാൻ സാധിക്കും. വളരെ ലളിതമായ മാർഗമാണ് ഖുർആൻ നിർദ്ദേശിക്കുന്നത്. ചന്ദ്രനിരീക്ഷണത്തിലൂടെ ചന്ദ്രൻ്റെ ഘട്ടങ്ങൾ അവസാനിക്കുന്നത് കണ്ടെത്തുക. അതിനെ തുടർന്ന് ചന്ദ്രൻ ഭൂമിയിൽ നിന്നും മറയപ്പെടുന്ന അവസ്ഥയെ നിരീക്ഷിക്കുക. അതോടുകൂടി ആ മാസം പൂർത്തിയാകുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നു: അവർ നിന്നോട് ചന്ദ്രക്കലയെക്കുറിച്ച് ചോദിക്കുന്നു. പറയുക, അത് ജനങ്ങൾക്ക് കാലം കണക്കാക്കാനുള്ളതാണ്, ഹജ്ജിനുള്ള അടയാളവും. ചന്ദ്രൻ ഭൂമിക്കും സൂര്യനും ഇടയിൽ നേർക്കുനേരെ വരുമ്പോഴാണ് കൺജങ്ഷൻ ഉണ്ടാകുന്നത്. ആ ഒരു നിമിഷത്തിൽ ചന്ദ്രൻ പൂർണ്ണമായും മറയപ്പെട്ടിരിക്കും. അതിനുശേഷം ചന്ദ്രൻ വളരാൻ തുടങ്ങും. കൺജങ്ഷന് ശേഷം അസ്തമയം നടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം ചന്ദ്രക്കല രൂപപ്പെട്ടിരിക്കും.
മാസത്തിലൊരിക്കൽ വളരെ കൃത്യമായി നടക്കുന്ന ഈ പ്രതിഭാസമാണ് പ്രകൃതിദത്തമായ ചന്ദ്രമാസ കലണ്ടറിൻ്റെ ആധാരം. പ്രവാചകൻ്റെ രീതിയും അതുതന്നെയായിരുന്നു. ഒരേ മാസത്തിൽ പല ദിവസങ്ങളിലായി ചന്ദ്രനിരീക്ഷണം നടത്തുക എന്നുള്ളതായിരുന്നു പ്രവാചകൻ്റെ രീതി. സാധാരണക്കാരായ വിശ്വാസികൾക്ക് ജീവിതം ദുസ്സഹമാകുമ്പോൾ അവരിൽ നിന്നും പുതിയ ഇജ്തിഹാദുകൾക്ക് വേണ്ടിയുള്ള മുറവിളി വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഏതാവശ്യത്തിനു വേണ്ടിയും ഫോട്ടോ എടുക്കുന്നതും കാപ്പി കുടിക്കുന്നതുമെല്ലാം നിഷിദ്ധമാണെന്ന് ഒരു കാലത്ത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായമുണ്ടായിരുന്നുവല്ലോ. എന്തൊക്കെ ആയാലും കണക്കിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള മുൻകൂട്ടി തയ്യാറാക്കിയ ഹിജ്റ കലണ്ടറിൻ്റെ അംഗീകാരം സമയത്തിൻ്റെ മാത്രം പ്രശ്നമാണ്.